മറ്റൊരാൾ എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യാം. നല്ല കുടിയന്മാരെ കുറിച്ച് പറയുന്ന ഒരു ഫ്രേസ് ആണിത്. യു ബെറ്റ് മീ ടു ഇറ്റ്. ടിപ്പ് ഓഫ് സ്ലങ് എന്ന് പറയും. കുറച്ച് ഓവർ ആവുക, വേ ഓവർ ദ ടോപ്പ്. ട്രൈ നോട്ട് ടു ഗെറ്റ് ബോഗ് ഡൗൺ ഇൻ ദ ഡീറ്റെയിൽസ്. ഐ ആം ബീറ്റ് ആൻഡ് ദെൻ വി കോൾ ഇറ്റ് എ നൈറ്റ്. അഗെയിൻ ഈ കിടിലൻ ഫ്രേസസ് പഠിച്ചു കഴിയുമ്പോഴേക്കും നമുക്ക് സംസാരത്തിലൊക്കെ ഇത് ഉപയോഗിക്കാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഫ്രേസസ് ആണ്, അതുകൊണ്ട് പെട്ടെന്ന് നോക്കാം. ആദ്യത്തെ ഫ്രേസ് ഐ ആം ബീറ്റ്. ബീറ്റ് എന്ന് വെച്ചാൽ എന്താ അർത്ഥം? അടിക്കുക അല്ലെ? ഐ എം ബീറ്റ് എന്ന് വെച്ചാൽ അടിയായിട്ട് യാതൊരു ബന്ധമില്ല. ഞാൻ ഭയങ്കര ടയേർഡാണ്. ഭയങ്കര ടയേർഡായതിന് എക്സോസ്റ്റഡ് ഒരു വാക്കുണ്ട്. അപ്പൊ അതൊരു ഫ്രേസ് ആണ്, ഐ എം ബീറ്റ്. അപ്പൊ നന്നായിട്ട് പണിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ പറയാം ഐ എം ബീറ്റ്. അടുത്ത എക്സ്പ്രഷൻ ഐ എം ഗോണ കോൾ ഇറ്റ് എ നൈറ്റ്. അപ്പൊ ഐ ആം ഗോയിങ് ടു ഷോർട്ടാണ് ഐ എം ഗോണ. നമ്മൾ മലയാളം സംസാരിക്കുമ്പോൾ ചില സമയത്ത് മുഴുവൻ പറയില്ല അല്ലെ? അതെന്താന്ന് വെച്ചാൽ അത് എന്താ എന്ന് വെച്ചാൽ എന്ന് മുഴുവൻ പറയില്ലോ. അതെന്താന്ന് വെച്ചാൽ അങ്ങനെയൊക്കെ പറയില്ലേ? അപ്പൊ അതുമാതിരി ഇംഗ്ലീഷുകാർ സംസാരിക്കുമ്പോൾ മുഴുവൻ എടുത്ത് പറക്കി പറയില്ല. ഇടയ്ക്ക് ഐ എം ഗോയിങ് ടു എന്നുള്ളതിന് ഐ എം ഗോണ എന്ന് പറയും. അപ്പൊ ഐ എം ഗോണ കോൾ ഇറ്റ് എ നൈറ്റ്. അതിന്റെ അർത്ഥം എന്താ? കുറച്ച് ലേറ്റ് ഈവനിങ് ഒക്കെയാണ് നമ്മൾ ഈ ഫ്രേസ് ഉപയോഗിക്കുക. നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും പണി ഉണ്ടെങ്കിൽ ഞാൻ നിർത്തുകയാണ്, പൊതുവെ നിർത്തിയിട്ട് ഞാൻ കിടക്കാൻ പോവാണ് എന്നുള്ള അർത്ഥമാണ് അതിൽ വരുന്നത്. ഇതുകൂടെ ഫിനിഷ് ചെയ്യാം, ഈ ഒരു സംഭവം കൂടി ഞാൻ തീർക്കാം, അത് കഴിഞ്ഞാൽ കിടക്കാൻ പോവാണ് അല്ലെങ്കിൽ നിർത്താൻ പോവാണ്. എങ്ങനെയാ പറയണത്? I'll finish this and then we call it a night. അപ്പോൾ പരിപാടിയൊക്കെ നിർത്തി കിടക്കാൻ പോവാന്നുള്ള അർത്ഥമാണ് call it a night. അടുത്തത് keep it brief. അതിന്റെ അർത്ഥം എന്താ? I'll keep my presentation brief. ഞാൻ അധികം ഒന്നും സംസാരിക്കുന്നില്ല, കുറച്ച് വാക്കുകളിൽ ഒതുക്കാം, അങ്ങനെയൊക്കെ പറയില്ലേ? അതിന് വേണ്ടിയിട്ടുള്ള ഇംഗ്ലീഷ് ഫ്രേസ് ആണ് to keep it brief. അല്ലെങ്കിൽ ഒരാൾ കുറേ സംസാരിച്ചുകൊണ്ടിരിക്കുക, ഓ ഇയാളിപ്പോഴും തീരില്ല, എടോ ഒന്ന് ചുരുക്കി പറയും എന്ന് പറയില്ല നമ്മള്? Keep it brief and get to the point. കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാണ്ട് keep it brief, ചെറുതാക്കി പറയാ, എന്നിട്ട് get to the point, കാര്യത്തിലേക്ക് വായോ, അങ്ങനെ പറയാൻ വേണ്ടി ഇത് ഉപയോഗിക്കാം. ഇനി അടുത്ത ഫ്രേസ് fooling around. നമ്മളെല്ലാവരും ചെയ്യുന്ന പരിപാടിയാണ്, ഒരു പണി എടുക്കാണ്ട് ചുമ്മാ നടക്കില്ലേ, അതിനാണ് നമ്മൾ fooling around എന്നുള്ള വാക്ക് ഉപയോഗിക്കുക. I spent the evening listening to music and fooling around. ഇന്ന് വൈകുന്നേരം ഞാൻ ഒന്നും ചെയ്തില്ല, പാട്ട് കേട്ടോണ്ടിങ്ങനെ നടന്നു, ഒന്നും ചെയ്തില്ല എന്ന് പറയില്ലേ? ഇതിലൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഏതെങ്കിലും ഒരു റിലേഷൻഷിപ്പിലായിട്ട് അവരുമായിട്ട് കറങ്ങി നടക്കുമ്പോൾ നമ്മൾ ഫൂളിംഗ് അറൌണ്ട് വിത്ത് സമ്മൺ എന്ന് പറയും, അല്ലെങ്കിൽ ഫൂളിംഗ് അറൌണ്ട് ഓൺ സമ്മൺ എന്നൊക്കെ പറഞ്ഞാൽ ഒരു എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് ഉണ്ട് എന്നുള്ള അർത്ഥം വരും കേട്ടോ. അപ്പോൾ വിത്ത് സമ്മണോ ഐ വാസ് ഫൂളിംഗ് അറൌണ്ട് വിത്ത് ഹിം എന്നോ എന്ന് പറയരുത്. അത് പറയുമ്പോൾ അർത്ഥം മാറിപ്പോകും കേട്ടോ. ചുമ്മാ കറങ്ങി നടക്കാന്നുള്ള അർത്ഥമല്ല വരിക കേട്ടോ. അടുത്തത് നോട്ട് ഡൺ യെറ്റ്. അതിന്റെ അർത്ഥം എന്താ? ഐ എം ഡൺ എന്ന് വെച്ചാൽ ഞാൻ ചെയ്ത് തീർന്നു, എന്തെങ്കിലും ഒരു പ്രവൃത്തി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക, എന്നിട്ട് പറയാം ഓ ഐ എം ഡൺ എന്ന് വെച്ചാൽ കഴിഞ്ഞു. ഐ എം നോട്ട് ഡൺ യെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ തീർന്നിട്ടില്ല, ഇനിയും പണി ബാക്കിയുണ്ടെന്നാണ് അർത്ഥം. ഹാവ് യു ഡൺ യുവർ ഹോംവർക്ക്? നീ ഹോംവർക്ക് ചെയ്തോ? നോ ഐ എം നോട്ട് ഡൺ യെറ്റ്. ഇല്ല, അത് തീർന്നിട്ടില്ല. മനസ്സിലായില്ലേ? ഐ എം നോട്ട് ഡൺ യെറ്റ്. അടുത്തൊരു വാക്ക് ഓഫുൾ. നമ്മൾ ഓസം എന്ന് പറയില്ലേ, ഓ അടിപൊളി. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് ആണ് ഓഫുൾ. വളരെ മോശം എന്നാണ് ഓഫുളിന്റെ അർത്ഥം. എന്തെങ്കിലും കാര്യം കേട്ടിട്ട് ഓ ദാറ്റ് വാസ് ഓഫുൾ, അത് ഭയങ്കര മോശമായി, ഭയങ്കര കഷ്ടമായി എന്നുള്ള അർത്ഥം വരും. അല്ലെങ്കിൽ ദ വെദർ ഇസ് ഓഫുൾ, ഈ കാലാവസ്ഥ ഭയങ്കര മോശമാണ്, ദ വെദർ ഇസ് ഓഫുൾ. അല്ലെങ്കിൽ ദ ഫുഡ് വാസ് ഓഫുൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുഡ് ഭയങ്കര മോശമായിരുന്നു, ദ ഫുഡ് വാസ് ഓഫുൾ. ഇനി പഠിക്കേണ്ട ഫ്രേസ് ടു പെസ്റ്റർ സമ്മൺ. എന്താ ഈ പെസ്റ്റർ സമ്മൺ? ആരെങ്കിലും വന്നെങ്കിൽ നമ്മൾ ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയെ, ആ ചൊറിയലിന് പറയുന്നതാണ് പെസ്റ്റർ. വീടുകളിലൊക്കെ ആണെങ്കിൽ കുട്ടികൾ വന്ന് പറയും അയ്യോ അമ്മ എനിക്ക് ഐഫോൺ വേണം, ഐഫോൺ വേണം, ഐഫോൺ വേണം എന്ന് എങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കില്ലേ? ആ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പെസ്റ്ററിംഗ് ആണ്. അപ്പൊ അമ്മ എന്താ പറയാ, നീ ഒന്ന് ഈ ഫോണിന്റെ കാര്യം പറഞ്ഞ് എന്നെ ശല്യപ്പെടുത്തുന്നത് ഒന്ന് നിർത്തും. സോ സ്റ്റോപ്പ് പെസ്റ്ററിംഗ് മീ എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു കാര്യം വേണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് നിർബന്ധിച്ച് ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, അങ്ങനത്തെ കാര്യത്തിനാണ് പെസ്റ്ററിംഗ് എന്ന് പറയാം. അടുത്തത് ടിറ്റ് ഫോർ ടാറ്റ്. നമ്മളോട് എന്തെങ്കിലുമൊക്കെ വേണ്ടാത്ത ചെയ്ത ആൾക്കാരെ നമ്മൾ പ്രതികാരം ചെയ്യാൻ വിചാരിക്കില്ലേ, അതാണ് ടിറ്റ് ഫോർ ടാറ്റ്. അതിപ്പോ എന്തെങ്കിലും ചെറിയ പ്രതികാരമോ അല്ലെങ്കിൽ വലിയ പ്രതികാരം ഒക്കെ ആവാട്ടോ ടിറ്റ് ഫോർ ടാറ്റ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഈ വർഷം എൻ്റെ ഫ്രണ്ട് എന്നെ ബർത്ത്ഡേക്ക് വിളിച്ച് വിഷ് ചെയ്തില്ല. എന്താ കാരണം? അവന്റെ ബർത്ത്ഡേ ഉണ്ടായിരുന്നു, ഞാൻ വിഷ് ചെയ്തില്ല. അപ്പൊ അതിനുള്ള പ്രതികാരമായിരിക്കും. അങ്ങനെ പറയും, ദിസ് ഇയർ മൈ ഫ്രണ്ട് ഡിഡ്ന്റ് ഗ്രീറ്റ് മീ ഓൺ മൈ ബർത്ത്ഡേ. എന്റെ ഫ്രണ്ട് എന്നെ വിഷ് ചെയ്തില്ല ഈ വർഷം എന്റെ ബർത്ത്ഡേക്ക്. പെർഹാപ്സ് ഇറ്റ്സ് എ ടിറ്റ് ഫോർ ടാറ്റ്. ചിലപ്പോൾ അതൊരു ടിറ്റ് ഫോർ ടാറ്റ്, ഒരു പ്രതികാരമായിരിക്കും. ആസ് ഐ forgot to wish him too. കാരണം ഞാൻ അവനെ വിഷ് ചെയ്യാൻ മറന്നുപോയിട്ടുണ്ട്. അപ്പൊ ടിറ്റ് ഫോർ ടാറ്റ് മനസ്സിലായില്ലേ? അടുത്ത ഫ്രേസ് ഓവർ ദ ടോപ്പ്. ഓവർ ദ ടോപ്പ് ഇതിനാണ് ചിലർ OTT എഴുതാറുണ്ട് കേട്ടോ. ഓവർ ദ ടോപ്പ്,
കുറച്ച് ഓവർ ആവുക എന്നുള്ള അർത്ഥമില്ലേ, അതാണ് ഓവർ ദ ടോപ്പ്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ചില സമയത്ത് എന്തെങ്കിലും പാർട്ടിയോ എന്തെങ്കിലും ഒരു വെഡിങ്ങോ ഒക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഡെക്കറേഷൻസ് ഒക്കെ ചെയ്ത് വെച്ചത് കുറച്ച് ഓവറായി എന്ന് നമുക്ക് തോന്നില്ലേ. അപ്പൊ നമ്മൾ ഐ തോട്ട് ദ ഡെക്കറേഷൻസ് വേർ വേ ഓവർ ദ ടോപ്പ്. അപ്പൊ ഈ സെന്റൻസിലാണോ വേ ഓവർ ദ ടോപ്പ്. വേ ഓവർ ദ ടോപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടോപ്പിലേക്കുള്ള വഴിയല്ല, ഭയങ്കര കൂടുതലായിപ്പോയി, ഭയങ്കര എക്സ്ട്രീം ആയിട്ട് അത് ഡെക്കറേറ്റ് ചെയ്തു എന്നുള്ള അർത്ഥമാണ്. ഓവർ ദ ടോപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓവറാക്കി, വേ ഓവർ ദ ടോപ്പ് എന്ന് വെച്ചാൽ ഭയങ്കര ഓവറാക്കി. അല്ലെങ്കിൽ ഒരാൾ ഓവറാക്കി എന്ന് പറയില്ലേ നമ്മള്, ഷി വെന്റ് ഓവർ ദ ടോപ്പ്, അങ്ങനെ പറയാം. ഷി വെന്റ് ഓവർ ദ ടോപ്പ്. ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാം, അപ്പൊ പാട്ട് പാടാൻ വേണ്ടിയിട്ടാണെങ്കിൽ അതങ്ങനെ ആകെ ഓവറാക്കി കൊളാക്കി, എന്ന് പറയും ഷി വെന്റ് ഓവർ ദ ടോപ്പ്. ഇനി വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വേർഡാണ് ഓവർവെൽമിങ്. ഈ വാക്ക് പല സമയത്തും നമ്മൾ കേൾക്കാറുണ്ട്. എനിക്ക് ഓർമ്മയുണ്ട് ഫസ്റ്റ് ഇന്റർവ്യൂ സമയത്ത് ഇന്റർവ്യൂവേഴ്സ് എൻ്റെ അടുത്ത് ചോദിച്ചാണ്, ഡു യു ഫീൽ ഓവർവെൽഡ് അല്ലെങ്കിൽ ഇസ് ഇറ്റ് ഓവർവെൽമിങ്. അപ്പൊ ഈ വാക്കിന്റെ അർത്ഥം നിങ്ങൾ പഠിച്ചു വെച്ചോളൂ. ലൈഫിൽ എവിടെയും ഈ വാക്ക് നിങ്ങൾ കേൾക്കാൻ ഇടവരും. എന്തെങ്കിലും പ്രവൃത്തി ചെയ്യണം, പക്ഷെ അത് കുറച്ചധികം ഇങ്ങനെ നമുക്ക് ഒരു ഭയമാണോ കൺഫ്യൂസിങ് ആണോ ഭയങ്കര ഡിഫിക്കൽട്ടായിട്ട് തോന്നുക, അങ്ങനത്തെ ഒരു അവസ്ഥയിൽ അതിനാണ് ഓവർവെൽമിംഗ് എന്ന് പറയാം. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഷി ഫൗണ്ട് ദ ജോബ് ഓവർവെൽമിംഗ് അറ്റ് ഫസ്റ്റ്. ആദ്യം ആ തൊഴിൽ അല്ലെങ്കിൽ ആ ജോലി ആൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, ഭയങ്കര പാടായിരുന്നു എന്ന് പറയാൻ വേണ്ടി വാസ് ഓവർവെൽമിംഗ് എന്ന് ഉപയോഗിക്കാം. അല്ലെങ്കിൽ എൻ്റെ ഒരു വീഡിയോ ഭയങ്കര ഹിറ്റായി, അപ്പൊ ഞാൻ പറയാണ് ദ റെസ്പോൺസ് ടു ദ വീഡിയോ വാസ് ഓവർവെൽമിംഗ്. അവിടെ അതിന്റെ മീനിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൺഫ്യൂസിങ്ങോ ഡിഫിക്കൽട്ടോ അല്ല കേട്ടോ, നമ്മൾ വിചാരിച്ചേക്കാളും കൂടുതൽ എക്സ്ട്രീം ആണ്, ആ റെസ്പോൺസ് ഭയങ്കര കൂടുതലായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് ദ റെസ്പോൺസ് ടു ദ വീഡിയോ വാസ് ഓവർവെൽമിംഗ്. അപ്പൊ അവിടെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള അർത്ഥമാണ്. ദ ജോബ് വാസ് ഓവർവെൽമിംഗ് എന്ന് പറയുമ്പോൾ നെഗറ്റീവ് ആയിട്ടുള്ള അർത്ഥമാണ് വരുന്നത് കേട്ടോ. അപ്പൊ ആ വാക്കിന്റെ മീനിങ് നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പൊ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് ഡു യു ഫീൽ ഓവർവെൽംഡ്, ഫീൽ ഓവർവെൽംഡ് ഇ ഡി വെച്ചിട്ട്, അല്ലെങ്കിൽ വാസ് ദ ഇന്റർവ്യൂ ഓവർവെൽമിംഗ് എന്ന് ചോദിച്ചാൽ ഭയങ്കര ചോദ്യങ്ങളൊക്കെ ചോദിച്ച് ആകെ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് തോന്നിയോ എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അടുത്ത ഫ്രേസ് ഗെറ്റ് ബോഗ്ഡ് ഡൗൺ. അതിന്റെ അർത്ഥം എന്താ? നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം കുറച്ച് ഡിഫിക്കൽട്ടായ എന്തെങ്കിലും ഒരു കാര്യം ഇങ്ങനെ ഭയങ്കര സൂക്ഷ്മമായി പഠിച്ച് ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്, നമുക്ക് വേറൊരു കാര്യം അത് കാരണം ചെയ്യാൻ പറ്റും, നമ്മൾ ഇതിൽ കുടുങ്ങിപ്പോയി, ഇത് എങ്ങനെയെങ്കിലും ചെയ്തേ പറ്റൂ എന്നുള്ളൊരു ഫീലിംഗ് ആയി നമ്മൾ. അപ്പൊ നമ്മൾ ആ കാര്യത്തിൽ ബോഗ് ഡൗൺ ആയി എന്ന് പറയും. ട്രൈ നോട്ട് ടു ഗെറ്റ് ബോഗ് ഡൗൺ ഇൻ ദ ഡീറ്റെയിൽസ്. പക്ഷെ പല സമയത്തും ചെറിയ ചെറിയ ഡീറ്റെയിൽസിനുള്ളിലേക്ക് നമ്മളിങ്ങനെ ഇറങ്ങി തിരിച്ച് അതിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ പോകില്ലേ, അപ്പൊ ഭയങ്കര ബുദ്ധിമുട്ടാവും. അപ്പൊ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്തൊക്കെ ആൾക്കാർ പറയും ട്രൈ നോട്ട് ടു ഗെറ്റ് ബോഗ് ഡൗൺ ഇൻ ദ ഡീറ്റെയിൽസ്. എന്ന് വെച്ചാൽ ആ ഡീറ്റെയിൽസിലേക്ക് അധികം ഇറങ്ങി ചെന്നിട്ട് അവിടെ പെട്ടുപോകാതിരിക്കാൻ നോക്കണം. ഈ ബോഗ് ഡൗൺ എന്ന് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചെളിയിലൊക്കെ കാർ പെട്ടുപോകില്ലേ, അതിന് ബോഗ് ഡൗൺ എന്നുള്ള ലിറ്ററൽ മീനിങ് ഉണ്ട്. ദ കാർ ഗോട്ട് ബോഗ് ഡൗൺ ഇൻ ദ മഡ് എന്ന് വെച്ചാൽ ചെളിയിൽ ടയർ കുടുങ്ങിപ്പോയി, അതാണ് അർത്ഥം. ദ കാർ ഗോട്ട് ബോഗ്ഡ് ഡൗൺ ഇൻ ദ മഡ്. അടുത്ത ഫ്രേസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയ ഒന്നാണ്, യു ബെറ്റ് മീ ടു ഇറ്റ്. അങ്ങനെയൊക്കെ നിങ്ങൾ കേൾക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ എന്താണ് ബീറ്റ് സംവൺ ടു ഇറ്റ്? ഇതൊരു ഫ്രേസ് ആണ്. വേറൊരാൾ എന്തെങ്കിലും ചെയ്യണതിന് മുമ്പ് ആ കാര്യം ചെയ്യാം, അപ്പോഴാണ് ബീറ്റ് സംവൺ ടു ഇറ്റ് എന്നുള്ള ഫ്രേസ് ഉപയോഗിക്കുക. എക്സാമ്പിൾ പറഞ്ഞുതരാം. ഞാൻ കീസ് എടുക്കാൻ വേണ്ടി പോയപ്പോൾ when I went to take the keys I found that someone had beaten me to it. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മുമ്പ് ഒരാൾ അത് പോയി എടുത്ത് കഴിഞ്ഞിരിക്കണു, കീ അവിടെ ഉണ്ടായിരുന്നില്ല, ആരോ എടുത്തിരിക്കണു, അങ്ങനെ പറയാൻ വേണ്ടിയിട്ടാണ് ഫ്രേസ്. I found that someone had beaten me എന്ന് വെച്ചാൽ എന്നെ ബീറ്റ് ചെയ്തു, എന്തില്? കീ എടുക്കുന്നതിൽ ആരോ ആദ്യം വന്ന് എടുത്തു, അതാണ് അവിടെ അർത്ഥം വരുന്നത്. അടുത്തൊരു ഫ്രേസ് ആണ്, നമ്മൾ എന്തെങ്കിലുമൊക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചില ആൾക്കാർ പറയും ആർ യു ഗെയിം. അതിന്റെ അർത്ഥം എന്താ? ഗെയിം കളിക്കാൻ പോവാന്നല്ല. ആർ യു ഗെയിം എന്ന് വെച്ചാൽ ആർ യു റെഡി. എന്തെങ്കിലും ഒരു ചലഞ്ച് ഉണ്ട്, അത് ഏറ്റെടുക്കാൻ നിങ്ങൾ റെഡി ആണോ എന്നാണ് ആർ യു ഗെയിം. അപ്പൊ എന്തെങ്കിലുമൊക്കെ ട്രിപ്പ് നിങ്ങൾ നെക്സ്റ്റ് ടൈം പ്ലാൻ ചെയ്താൽ നിങ്ങൾ ഫ്രണ്ടിനോട് പറയാം ആർ യു ഗെയിം, റെഡി ആണോ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അടുത്ത ഫ്രേസ് ബൈ ദ സ്കിൻ ഓഫ് മൈ ടീത്ത്. മൈ ടീത്ത് പല്ലിന്റെ സ്കിൻ, തൊലി. അപ്പൊ ഇതാകെ കൺഫ്യൂഷൻ ആണല്ലേ, പല്ലിന് തൊലി ഉണ്ടോ? അത് തന്നെയാണ് ആ ഫ്രേസിന്റെ അർത്ഥം. ജസ്റ്റ് ഇൻ ടൈം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഷ്ടിച്ച് ആ സമയത്ത് ചെയ്യുക, അല്ലെങ്കിൽ കഷ്ടിച്ച് ചെയ്യുക, അതാണ് ബൈ ദ സ്കിൻ ഓഫ് മൈ ടീത്ത് എന്നുള്ള ഫ്രേസിന്റെ അർത്ഥം. ഇപ്പൊ ആരെങ്കിലും എന്തെങ്കിലും മത്സരം വെച്ചിട്ട് ഓട്ട മത്സരം വിചാരിക്കാം, കഷ്ടിച്ചങ്ങോട്ട് ജയിച്ചു, അപ്പൊ എങ്ങനെ പറയാ? ഹി വോൺ ബട്ട് ഓൺലി ബൈ ദ സ്കിൻ ഓഫ് ഹിസ് ടീത്ത്. എന്ന് വെച്ചാൽ അത്രയും നേരിയ ആ ഒരു മാർജിനാണ് ജയിച്ചത്, ബൈ ദ സ്കിൻ ഓഫ് മൈ ടീത്ത്. അപ്പൊ ഇവിടെ ബൈ ദ സ്കിൻ ഓഫ് ഹിസ് ടീത്ത്. അടുത്തൊരു ഫ്രേസ് ഫ്രോയിഡിയൻ സ്ലിപ്പ്. അതെന്താ സംഭവം? പൊതുവെ നമ്മൾ നാക്കിന് എന്തെങ്കിലും പിഴവ് പറ്റിയ വികട സരസ്വതി എന്നൊക്കെ പണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് സ്കൂളിൽ അല്ലെ, എന്തെങ്കിലുമൊക്കെ പറയുന്നത് തെറ്റിപ്പോവുക അല്ലെ, അതിന് നമ്മൾ ടിപ്പ് ഓഫ് സ്ലാങ് അല്ല സ്ലിപ്പ് ഓഫ് ദ ടങ് എന്ന് പറയും. എന്നുവെച്ചാൽ പറയുന്നത് മാറിപ്പോവുക. അപ്പൊ കണ്ടില്ലേ, ഇപ്പൊ ഞാൻ പറഞ്ഞപ്പോൾ മാറിപ്പോയില്ലേ. പക്ഷെ ഫ്രോയിഡിയൻ സ്ലിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം മനസ്സിലേക്ക് വിചാരിക്കുക കേട്ടോ, എന്നിട്ട് പിന്നീട് എന്തെങ്കിലും സംസാരിക്കുമ്പോൾ
ആ കാര്യം പറഞ്ഞതിന് പകരം ഈ വിചാരിച്ച് നടക്കുന്ന കാര്യമില്ലേ അത് പറയാം. അപ്പോഴാണ് നമ്മൾ ഫ്രോയിഡിയൻ സ്ലിപ്പ് സംഭവിച്ചു എന്ന് പറയാം. ഇപ്പൊ ഒരു ഉദാഹരണത്തിന് നമ്മൾ ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് ഇഷ്ടമായതുകൊണ്ട് ആലോചിച്ച് നടക്കണേ, ആ സമയത്ത് നമ്മുടെ വീട്ടിലെ അനിയത്തിനെ പോയിട്ട് ആ പെൺകുട്ടിയുടെ പേര് വിളിച്ചാൽ അതൊരു ഫ്രോയിഡിയൻ സ്ലിപ്പാണ്. അപ്പൊ ഫ്രോയിഡിയൻ സ്ലിപ്പ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും സബ് കോൺഷ്യസ് ഫീലിങ്സ് റിവീൽ ചെയ്യുന്ന അബദ്ധങ്ങൾ സംസാരിക്കാം. അടുത്ത ഫ്രേസ് ഡ്രിങ്ക് ലൈക്ക് എ ഫിഷ്. നല്ല കുടിയന്മാരെ കുറിച്ച് പറയുന്ന ഒരു ഫ്രേസ് ആണിത്. നമ്മുടെ നാട്ടിൽ പാമ്പ് എന്ന് പറയില്ലേ, അതിന് ഇംഗ്ലീഷുകാർ പറയുന്നത് ഡ്രിങ്ക് ലൈക്ക് എ ഫിഷ്. ഹിസ് ഫാദർ ഡ്രാങ്ക് ലൈക്ക് എ ഫിഷ്. അയാളുടെ അച്ഛൻ ഒരു മത്സ്യത്തെ പോലെ മീനിനെ പോലെ കുടിച്ചു, വെള്ളം കുടിച്ചു. എന്ത് വെള്ളം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഞായറാഴ്ചയൊക്കെ അയാൾ നന്നായിട്ട് കുടിക്കുന്നതിനെ പറയാം ഹി ഓൾവേസ് ഡ്രിങ്ക്സ് ലൈക്ക് എ ഫിഷ് ഓൺ സൺഡേസ്. ഓൺ സൺഡേസ്, ഞായറാഴ്ചകളിൽ. ഒരു ഞായറാഴ്ചയുടെ കാര്യമല്ല കേട്ടോ പറയണേ, ഓൺ സൺഡേസ്. ലാസ്റ്റ് ഫ്രേസ് ലെറ്റ് ദ കാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ്. പൂച്ചയെ ബാഗിൽ നിന്ന് പുറത്തു വിടുക. അതിന്റെ അർത്ഥം എന്താ? എന്തെങ്കിലും ഒരു സീക്രട്ട് പറഞ്ഞു പോവുക. പലപ്പോഴും അറിയാതെ പറഞ്ഞു പോകുമ്പോഴാണ് നമ്മൾ ലെറ്റ് ദ കാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ് എന്ന് പറയാട്ടോ. അപ്പോൾ ഒരു ഉദാഹരണം പറയാം, എന്തെങ്കിലും ഒരു സീക്രട്ട് ആരോ പറഞ്ഞു കഴിഞ്ഞു, അപ്പൊ നമ്മൾ ദ കാറ്റ് ഇസ് ഔട്ട് ഓഫ് ദ ബാഗ്. അല്ലെങ്കിൽ നമ്മൾ പറയണം അവൾ ആ സീക്രട്ട് എങ്ങാനും പറഞ്ഞാൽ നീ വലിയ പ്രശ്നത്തിലാവും. അങ്ങനെ പറയും ഇഫ് ഷീ ലെറ്റ്സ് ദ കാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ് യു വിൽ ബി ഇൻ ഡീപ് ട്രബിൾ. ഡീപ് ട്രബിൾ എന്ന് വെച്ചാൽ നല്ല പ്രശ്നത്തിൽ. എപ്പോഴാവണത്? ഇഫ് ഷീ ലെറ്റ്സ് ദ കാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ് എന്ന് വെച്ചാൽ അവൾ പൂച്ചയുടെ ബാഗിൽ നിന്ന് പുറത്തു വിട്ടാലല്ല, അവൾ എന്തോ ഒരു സീക്രട്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ നിന്റെ കാര്യം പോക്കാണെന്നാണ് അവൾ പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത ഫ്രേസസ് ഇഷ്ടപ്പെട്ടു, ഉപകാരപ്പെടും എന്ന് വിചാരിക്കണു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുമാതിരി നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്രേസ് കോമന്റ്സിൽ എന്നെ അറിയിക്കൂ കേട്ടോ. അപ്പൊ വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.